ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന PSCയുടെ ഓരോ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഒരുപാട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ നന്നായി പഠിച്ചു പോവുക. പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല, റിവിഷനും ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ പഠിച്ചത് ഓർത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറിയത്? വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയ്. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയ്. ഹാനോയ് എന്തിൻ്റെ തലസ്ഥാനമാണ്? വിയറ്റ്നാമിൻ്റെ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറിയത് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയ്. 2025 എന്ത് വർഷമായിട്ടാണ് UN ആചരിക്കാൻ തീരുമാനിച്ചത്? അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം. 2025 എന്ത് വർഷമായിട്ടാണ് UN ആചരിക്കാൻ തീരുമാനിച്ചത്? അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം. അപ്പോൾ 2025 അന്താരാഷ്ട്ര സഹകരണ വർഷവും അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷവുമായി ആചരിക്കാനാണ് UN തീരുമാനിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 സംസ്ഥാന സർക്കാരിൻ്റെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറിയത് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയ്. 2025 എന്ത് വർഷമായിട്ടാണ് UN ആചരിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ഖേൽരത്ന അവാർഡിന് അർഹരായവർ ആരെല്ലാം? D. ഗുകേഷ് ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. അപ്പോൾ 2024 ഖേൽരത്ന അവാർഡിന് അർഹരായവരാണ് D. ഗുകേഷ് ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. അപ്പോൾ പേര് മാത്രം പഠിക്കാതെ അവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ പഠിക്കണം. അപ്പോൾ 2024 ഖേൽരത്ന അവാർഡിന് അർഹരായവർ ആരൊക്കെയാണ്? D. ഗുകേഷ് ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. അപ്പോൾ 4 പേർക്കാണ് കേട്ടോ 2024 ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളി? S. മുരളീധരൻ, ബാഡ്മിൻ്റൺ കോച്ച്. 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളി? S. മുരളീധരൻ, ബാഡ്മിൻ്റൺ കോച്ച്. അപ്പോൾ ബാഡ്മിൻ്റൺ കോച്ചായ S. മുരളീധരനാണ് 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത്. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം? സാജൻ പ്രകാശ്. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. അപ്പോൾ സാജൻ പ്രകാശ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ആളാണ്? നീന്തൽ താരമാണ്. അപ്പോൾ 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം? D. ഗുകേഷ്. ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരമാണ് D. ഗുകേഷ്. D. ഗുകേഷ് ആണ് ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം. അപ്പോൾ 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് ബാഡ്മിൻ്റൺ കോച്ചായ S. മുരളീധരൻ. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരമാണ് D. ഗുകേഷ്. ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടി ഒക്ടോബറിൽ എവിടെയാണ് നടന്നത്? കസാൻ, റഷ്യ. ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടി ഒക്ടോബറിൽ എവിടെയാണ് നടന്നത്? കസാൻ, റഷ്യ. 2024 ഡിസംബറിൽ 179ഓളം പേരുടെ മരണത്തിന് ഇടയാക്കിയ വിമാന ദുരന്തം നടന്ന രാജ്യം? ദക്ഷിണ കൊറിയ. 2024 ഡിസംബറിൽ 179ഓളം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ. മരണാനന്തര അവയവദാനം നടത്തുന്നവരുടെ ശവസംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം? തമിഴ്നാട്.
മരണാനന്തര അവയവദാനം നടത്തുന്നവരുടെ ശവസംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ്. നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് ബീരേൻ സിംഗ്. ഒന്നുകൂടെ നോക്കാം. ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടി ഒക്ടോബറിൽ നടന്നത് കസാൻ, റഷ്യ. 2024 ഡിസംബറിൽ 179ഓളം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്ന രാജ്യം ദക്ഷിണ കൊറിയ. മരണാനന്തര അവയവദാനം നടത്തുന്നവരുടെ ശവസംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് ബീരേൻ സിംഗ്. ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് അൻജിഘഡ്, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് അൻജിഘഡ്, ജമ്മു കാശ്മീർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാൾ ഫൈനലിൽ കേരളത്തിനെ തോൽപ്പിച്ചു. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കളാണ് പശ്ചിമ ബംഗാൾ. ഫൈനലിൽ കേരളത്തിനെ തോൽപ്പിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് അൻജിഘഡ്, ജമ്മു കാശ്മീർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാൾ. ഫൈനലിൽ കേരളത്തിനെ തോൽപ്പിച്ചു. നാസ വിക്ഷേപിച്ച സൗരദൗത്യം പാർക്കർ സോളാർ പ്രോബ്. നാസ വിക്ഷേപിച്ച സൗരദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ്. ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച ചാറ്റ്ബോട്ട് ജാഗൃതി. ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച ചാറ്റ്ബോട്ടാണ് ജാഗൃതി. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് ഇൻഡോർ. അപ്പോൾ നാസ വിക്ഷേപിച്ച സൗരദൗത്യത്തിൻ്റെ പേരാണ് പാർക്കർ സോളാർ പ്രോബ്. ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച ചാറ്റ്ബോട്ടാണ് ജാഗൃതി. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് ഇൻഡോർ. 2023 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് കേരളയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ജില്ല തിരുവനന്തപുരം. 2023 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് കേരളയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ജില്ല തിരുവനന്തപുരം. MD വാസുദേവൻ നായരുടെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. MD വാസുദേവൻ നായരുടെ മുഴുവൻ പേരാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. അപ്പോൾ 2023 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് കേരളയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. MD വാസുദേവൻ നായരുടെ മുഴുവൻ പേരാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതി DDAD. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് DDAD. കേരളത്തിൽ വനവിസ്തൃതിയിൽ രണ്ടാമതുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ വനവിസ്തൃതിയിൽ രണ്ടാമതുള്ള ജില്ലയാണ് മലപ്പുറം. കുവൈത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുവൈറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അപ്പോൾ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് DDAD. കേരളത്തിൽ വനവിസ്തൃതിയിൽ രണ്ടാമതുള്ള ജില്ലയാണ് മലപ്പുറം. കുവൈത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. തീപായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്. തീപായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്. അപ്പോൾ ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യമാണ് അമേരിക്ക. തീപായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്. ഗോത്രവിഭാഗത്തിലെ യുവതീ യുവാക്കൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ തുടങ്ങിയ പദ്ധതി KTIC പദ്ധതി അഥവാ കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ.
ഗോത്രവിഭാഗത്തിലെ യുവതീ യുവാക്കൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ തുടങ്ങിയ പദ്ധതിയാണ് കെ-ടിക് പദ്ധതി അഥവാ കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ. 10ാമത് പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം ചൂടിയത് വിയ്യപുരം ചുണ്ടൻ. 10ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം ചൂടിയത് വിയ്യപുരം ചുണ്ടൻ. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ വേദി കോലാലംപൂർ മലേഷ്യ. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ വേദിയാണ് കോലാലംപൂർ മലേഷ്യ. അപ്പോൾ ഗോത്രവിഭാഗത്തിലെ യുവതീ യുവാക്കൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ തുടങ്ങിയ പദ്ധതിയാണ് കെ-ടിക് പദ്ധതി അഥവാ കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ. 10ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം ചൂടിയത് വിയ്യപുരം ചുണ്ടൻ. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ വേദി കോലാലംപൂർ മലേഷ്യ. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLന്റെ പദ്ധതി വിദ്യാമിത്രം. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLന്റെ പദ്ധതിയാണ് വിദ്യാമിത്രം. അടുത്തിടെ രാജിവെച്ച കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. അടുത്തിടെ രാജിവെച്ച കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. അപ്പോൾ പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLന്റെ പദ്ധതിയാണ് വിദ്യാമിത്രം. അടുത്തിടെ രാജിവെച്ച കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്നത് ആരുടെ കൃതിയാണ്? KV തോമസ്. എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്നത് ആരുടെ കൃതിയാണ്? KV തോമസ്. 39ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ്. 39ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വി നാരായണൻ. നിലവിലെ ISRO ചെയർമാനായ ഡോക്ടർ വി നാരായണൻ ആണ് ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്നത് KV തോമസിൻ്റെ കൃതിയാണ്. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ വി നാരായണൻ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കപാഡിയ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കപാഡിയ. ടങ്സ്റ്റൺ ലോഹം ഖനനം ചെയ്യാനുള്ള പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയ തമിഴ്നാട്ടിലെ സ്ഥലം മധുര ജില്ലയിൽ മേലൂർ താലൂക്കിലെ നായക്കർപട്ടി. ടങ്സ്റ്റൺ ലോഹം ഖനനം ചെയ്യാനുള്ള പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയ തമിഴ്നാട്ടിലെ സ്ഥലമാണ് മധുര ജില്ലയിൽ മേലൂർ താലൂക്കിലെ നായക്കർപട്ടി. മലയാളി കായികതാരം അപർണ ബാലൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. മലയാളി കായികതാരം അപർണ ബാലൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. അപ്പോൾ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കപാഡിയ. ടങ്സ്റ്റൺ ലോഹം ഖനനം ചെയ്യാനുള്ള പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയ തമിഴ്നാട്ടിലെ സ്ഥലമാണ് മധുര ജില്ലയിൽ മേലൂർ താലൂക്കിലെ നായക്കർപട്ടി. മലയാളി കായികതാരം അപർണ ബാലൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങൾ: ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. വാഷിംഗ്ടൺ പോസ്റ്റ് തിരഞ്ഞെടുത്ത 2023 10 മികച്ച പുസ്തകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ദ കവനന്റ് ഓഫ് വാട്ടർ അഥവാ ജലജന്മങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് എബ്രഹാം വർഗീസ്. വാഷിംഗ്ടൺ പോസ്റ്റ് തിരഞ്ഞെടുത്ത 2023 10 മികച്ച പുസ്തകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ദ കവനന്റ് ഓഫ് വാട്ടർ അഥവാ ജലജന്മങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവാണ് എബ്രഹാം വർഗീസ്. അപ്പോൾ 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. വാഷിംഗ്ടൺ പോസ്റ്റ് തിരഞ്ഞെടുത്ത 2023 10 മികച്ച പുസ്തകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ദ കവനന്റ് ഓഫ് വാട്ടർ അഥവാ ജലജന്മങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് എബ്രഹാം വർഗീസ്.